അങ്ങനെ കോളേജ് പഠനകാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് തിരുവില്ലാമലയിൽ നിന്ന് ഒറ്റപ്പാലം കോളേജിൽ നമ്മൾ വിദ്യാർത്ഥിയായിട്ട് പോയി. അവിടെ ചേർന്നപ്പോൾ ആ കോളേജിൽ ചേർന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ അവിടുത്തെ പഠനകാലം അത്യാവശ്യം ഞാനൊരു ഇടതുപക്ഷ രീതിയിലുള്ള വിദ്യാർത്ഥി യൂണിയനിലും വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുകയും അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതുപോലെ പ്രകൃതി പഠന ക്യാമ്പുകൾ, അങ്ങനെ വലിയൊരു സൗഹൃദം നമ്മൾക്ക് രൂപപ്പെട്ടു വന്നു. യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ്, നാടകങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മറ്റ് മികച്ച കോളേജുകളിലെ വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരായിട്ടും ഒക്കെ കാണാനും പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നതിനും കഥകളും കവിതകളും ഒക്കെ വായിക്കാനും അതിലിടപെടുന്നതിനൊക്കെ ഒരു മഹാഭാഗ്യം കോളേജ് കാലത്തെ ആ സൗഹൃദങ്ങളായിരുന്നു. ഇന്നും ആ സൗഹൃദങ്ങൾ നല്ല രീതിയിൽ എല്ലാവരും റിട്ടയർമെൻറ്റ് കഴിയലും റിട്ടയർമെൻറ്റിൻ്റെ വക്കത്തും ഒക്കെ എത്തി നിൽക്കുന്ന ഒപ്പം പഠിച്ചിരുന്ന ആളുകൾ. അപ്പോൾ അവരിൽ പലരും ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഈ ശവസംസ്കാരം, ഐവർമഠം, ഇതൊക്കെ വാർത്ത കാണുകയും ഇവിടെ അന്ന് ഇന്ന ബാച്ചിലുണ്ടായിരുന്ന രമേശാണ് അവിടെ എല്ലാം ചെയ്തു തന്നത് എന്ന് പറഞ്ഞ ആ ഒരു കുറച്ചു കാലം ഒന്ന് എവിടെയാണെന്ന് അറിയാത്ത ഒരു സമയവും, അതിനുശേഷം ഐവർമഠത്തിൽ ഇന്ന ആളാണ് എന്ന് രമേശുണ്ട് അവിടെ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ഞാൻ യാത്രകൾ പുറത്തു പോവുകയോ ചടങ്ങുകൾക്ക് മറ്റ് വിശേഷങ്ങൾക്കൊന്നും പങ്കെടുക്കില്ലെങ്കിലും ഇവിടെ ഞാനുള്ളത് കൊണ്ട് ഇവരുടെ ഒത്തുചേരൽ നമുക്ക് രമേശിൻ്റെ അടുത്ത് പോയിട്ടാവാം. അപ്പോൾ അവൻ അവിടുന്ന് വരാൻ പറ്റില്ലല്ലോ, നമുക്ക് അവിടെ കൂടാം. അങ്ങനെ ഒരു സംസ്കാരം എന്ന വാക്ക് ശവസംസ്കാരം എന്നാണ് ശബ്ദധാരാവലിയിൽ സംസ്കാരത്തിൻ്റെ അർത്ഥം നോക്കിയപ്പോൾ ശവസംസ്കാരം. ആ സംസ്കാരമല്ലാതെ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്ന മറ്റ് സംസ്കാരം എന്നുള്ള അർത്ഥത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ഈ ശ്മശാനത്തിന്, അത് ഒരു ഐവർമഠം ശ്മശാനം സർവകലാശാലയാണ് എന്ന് പറഞ്ഞ സുസ്മേഷ് ചന്ദ്രോത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇത് സർവകലാശാലയാണ്. പിന്നെ ഭാഗ്യവശാൽ പിന്നീട് ഇവരുടെയൊക്കെ വാക്കുകൾ, ഇവിടെ പുസ്തക പ്രകാശന ചടങ്ങുകൾ, എ വി ശശി നഗരിപ്പുറത്തിൻ്റെ പകർച്ച എന്ന് പറഞ്ഞ പുസ്തകം, അതുപോലെ തന്നെ കളിയാട്ടം സംഘടിപ്പിക്കുന്നുണ്ട്, കൾച്ചറൽ പ്രോഗ്രാംസ് ഒരുപാട് ഇവിടെ നടക്കാറുണ്ട്. ചുടലഭദ്രകാളുടെ മുന്നിൽ എഴുത്തിനിരുത്തൽ, അത് ചോറൂണ്. നമ്മൾക്ക് സാധാരണഗതിയിൽ ആലോചിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, ഒരു ശ്മശാനത്തിലാണോ ഇതൊക്കെ ചെയ്യുക എന്ന് ചോദിക്കുന്ന കേന്ദ്രം ഒരു ശ്രീനാരായണ ഗുരു പറഞ്ഞ ശ്മശാനേ വസന്തം എന്നുള്ള അർത്ഥത്തിലേക്ക് ഞാനറിയാതെ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും സംഭാവന ചെയ്യാതെ അങ്ങനെ ഒരു വിശാലത നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചു തരുന്ന, അതിന് വേറെയും ഒരു രസകരമായ നിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ഈ കോളേജിൻ്റെ ആദ്യകാല ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് യാത്ര പോകുമായിരുന്നു, അങ്ങനെ ഓരോ യാത്രകൾ. അപ്പോൾ ഗുരുനിത്യനദിയുടെ ഫേൺഹിലുള്ള ഗുരുകുലത്തിൽ പോയി നിൽക്കും, കുറച്ച് ദിവസം അവിടെ നിൽക്കും, പുസ്തകങ്ങളൊക്കെ വായിക്കും. ഗുരുവിൻ്റെ പുസ്തകങ്ങൾ കോളേജിൽ കൊടുന്ന് അത്യാവശ്യം കൊടുക്കും. അപ്പം അന്ന് എൻ്റെ സുഹൃത്ത് ശശി, പുസ്തകം നടന്നു വിൽക്കുന്ന ശശി, അപ്പോൾ ഞാനും ശശിയും ചിലപ്പോൾ പോവും, ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോവും. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ജയൻ, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ഊട്ടിയിൽ അവിടെ ഫ്ലവർ ഷോ കാണാനൊന്നും അല്ല ഞങ്ങൾ പോവാറ്, ഗുരുവിൻ്റെ അടുത്ത് പോയിരിക്കും, എഴുത്തും വായനയും ഗുരുവിൻ്റെ ക്ലാസ്സുകളും കേൾക്കും. അത് ഒരു ദിവസം ഗുരു ഞങ്ങൾ നടന്ന് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അദ്ദേഹം വൈകിട്ട് നടക്കാൻ പോകുമ്പോൾ വിളിച്ചു. കുറച്ച് ദൂരം നടന്നു, ഒന്നും മിണ്ടിയില്ല. പിന്നെ തിരിഞ്ഞെന്നെ നോക്കിയിട്ട് പറഞ്ഞു, നീ കാശിക്ക് പോ, കുറേ കാര്യങ്ങൾ അവിടുന്ന് അറിയാനുണ്ട്, കാശി പോയി നിൽക്ക്, ഞാൻ വ്യവസ്ഥ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന്
ഞാൻ ശവസംസ്കാരം ചെയ്യുന്ന കാര്യമൊന്നും ഗുരുവിന് അങ്ങനെയൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്നുണ്ട്, പുസ്തകം വായിക്കും, അത്യാവശ്യം വട്ടച്ചെലവിന് ഈ പുസ്തകങ്ങളൊക്കെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് പശുവുണ്ട്, അത്യാവശ്യം കുറച്ച് കൃഷിയുണ്ട്, ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാമെന്നല്ലാതെ എന്നോട് കാശിക്ക് പോകാൻ വേണ്ടി പറയുകയാണ്. പിന്നീട് 2 ദിവസത്തിന് ശേഷം ഞാൻ യാത്ര പറഞ്ഞ് പോരാൻ നിൽക്കുമ്പോൾ വളരെ ആഴത്തിലുള്ള സബ്ജക്റ്റാണ് മരണം പഠിക്കണം, മരണം പഠിക്കണം, മരണം പഠിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു. അത്രേ അന്നുണ്ടായുള്ളൂ. അപ്പം ഞാനിങ്ങനെ എന്താണ് ഗുരു ഉദ്ദേശിക്കുന്നത് അറിയില്ലോ. പിന്നീട് വലിയ താമസമില്ലാതെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗുരുവിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും. ഞാനവിടെ കിച്ചണിലും പിന്നെ തൊഴുത്തിൽ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ പോയി സഹായിക്കും. അപ്പോൾ ഈ ബൃഹദാരണ്യകോപനിഷത്തിന് ഭാഷ്യം ചെയ്യുന്ന സമയത്ത് എന്നെ ഗുരു എഴുതാൻ വേണ്ടി വിളിച്ച് കൂടെ ഇരുത്തി. എല്ലാ അക്ഷരത്തെറ്റായിരുന്നു. ഗുരു പറയുന്ന സ്പീഡിൽ എഴുതാനും കഴിയുന്നില്ല. ഗുരുവിനോട് എന്ന് ചോദിക്കണ മൂപ്പർക്ക് ഇഷ്ടമല്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പണിയല്ല. അപ്പോൾ ഞാൻ പതുക്കെ ഒരു ഒഴിവ് പറഞ്ഞിങ്ങനെ അവിടുന്ന് വേഗം സ്കിപ്പ് ചെയ്തു. പിന്നെ ഗുരു എന്നെ കാണുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് തൊഴുത്ത് വൃത്തിയാക്കുകയാണ്. ഞാൻ ചാണകമൊക്കെ കോരുകയാണ്. അപ്പോൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മിടുക്കൻ, അവനവന് പറ്റിയ പണി അവനവൻ തന്നെ കണ്ടെത്തുക. നന്നായി. ചില ആളുകൾ അങ്ങനെയല്ല, അതിലങ്ങോട്ട് കടിച്ചു തൂങ്ങും. എല്ലാവർക്കും ബുദ്ധിമുട്ടേ അതുകൊണ്ടുണ്ടാവൂ. നന്നായി പറഞ്ഞു. എന്നെ കളിയാക്കാണ് ചെയ്ത്. വാസ്തവത്തിൽ ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു, കളിയാക്കി. എന്നിട്ട് പോയി. അന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിനും കുറേ ഇങ്ങനെ കളിയാക്കി. പക്ഷേ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞതിന് ശേഷം അന്ന് ഗുരു പറഞ്ഞത് ചാത്തേട്ടൻ പറഞ്ഞു എന്ന് പറയുന്ന ചെയ്യും തൊഴിലേ ദൈവം എന്നുള്ളതായിരുന്നു. നമ്മൾ എന്തു ജോലി ചെയ്യണം, എന്തു പഠിക്കണം എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് അതിന് മറുപടി വരും. ആ മറുപടി യഥാർത്ഥത്തിൽ നമ്മളുടെ ഉത്തരമാണെങ്കിൽ നമ്മൾ അതേ ചെയ്യാവൂ. അവിടെയാണ് പെർഫെക്ഷൻ ഉണ്ടാവൂ. അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവൂ. കിട്ടുന്ന ശമ്പളമോ ഇരിക്കുന്ന സീറ്റോ അല്ല, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആനന്ദമായിരിക്കണം അതിൽ പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചോദിക്കണം. അദ്ദേഹം പറഞ്ഞ രസായ കാര്യം, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതാത്മകമായ ശരീരം, പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ എല്ലാ വാതിലും ജനലും പ്രകൃതിയിലേക്ക് തുറന്നിട്ടിരിക്കണം. പ്രകൃതിയെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു കയറ്റണം. ഉള്ളിൽ നടക്കുന്നതിനെ കാതോർത്ത് കേൾക്കണം. ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, കണ്ണുകൊണ്ടല്ല കാണുന്നത്. ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, കണ്ണുകൊണ്ടല്ല കാണുന്നത്. നമ്മുടെ ചെവി ഉള്ളിലുണ്ടായിരിക്കണം, കണ്ണ് ഉള്ളിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതിന് ഉത്തരം ആശാൻ, ഗുരു ഉള്ളിൽ തന്നെയുണ്ട്. ആ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് ശരിക്കും ശരിയാണോ എന്ന് ഒന്നുകൂടെ മനസ്സിരുത്തി ചോദിച്ച് അത് ബോധ്യപ്പെട്ടാൽ ആ സംഗതിയിലേക്കായിരിക്കണം നമ്മളുടെ പഠനവും വിദ്യാഭ്യാസമാണെങ്കിലും തൊഴിലാണെങ്കിലും എല്ലാം ചെയ്യുന്നു. നമ്മളുടെ ഗുരു നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. അത് നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കണം. കാരണം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധിച്ചിരുന്നാലാണ് നമ്മൾക്ക് ജ്ഞാനമുണ്ടാവൂ. വിസ്ഡമാണ് വേണ്ടത്, ജ്ഞാനമാണ് വേണ്ടത്, നോളേജ് അല്ല, അറിവല്ല എന്ന് പറഞ്ഞ് അന്നത്തെ ക്ലാസ് ഒരു വല്ലാത്തൊരു സംഗതി. എല്ലാവരിലും ഒരു കുലുക്കം ഉണ്ടാക്കിയൊരു ക്ലാസ്സായിരുന്നു. ഒരുപാട് ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ അവസാനിപ്പിക്കുന്ന സമയത്ത് എന്നോട് മാത്രമായിട്ട് പറഞ്ഞു, നീ കേൾക്കാനാണ് എന്ന് പറഞ്ഞിട്ട്. കേവലം ശവസംസ്കാര ചടങ്ങ്, ആ ശവസംസ്കാര ചടങ്ങിന് രാമായണത്തിൽ പറയുന്നുണ്ട് എന്താണ് പഞ്ചീകരണം, എന്താണ് പഞ്ചഭൂതാത്മകമായ ശരീരത്തിൻ്റെ പഞ്ചീകരണ പ്രവൃത്തിയെ വേഗത്തിലാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന നിന്നോട് പറയാനുണ്ട്. എന്തെന്നാൽ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. നമ്മൾ 3 തരത്തിൽ അനേക സമ്പ്രദായങ്ങളിൽ ശവസംസ്കാരം ലോകം മുഴുവൻ നടക്കുന്നുണ്ട്.
നീ അതൊക്കെ പഠിക്കണം. ലോകം മുഴുവൻ സഞ്ചരിക്കണം. എങ്ങനെയാണ് ഒരു ശരീരം രസകരമായ രീതിയിൽ, അതൊരു കലയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. നീ യാത്ര ചെയ്യണം. കഴിഞ്ഞില്ല, ശരീരത്തിൻ്റെ കഥയെ പറഞ്ഞുള്ളൂ. ആത്മാവിൻ്റെ കാര്യം അത് ഏതൊക്കെ തരത്തിലാണ് ഈ ക്രിയാകർമ്മങ്ങൾ, ഏതൊക്കെ തരത്തിൽ ജാതീയമായിട്ട് നമ്മുടെ രാജ്യങ്ങളിൽ മാറിയ വ്യത്യസ്ത രീതിയിലുള്ള ചടങ്ങുകളുണ്ട്. ഈ ചടങ്ങുകളുടെ എല്ലാം ആകത്തുക എന്താണ്? ഈ ചടങ്ങുകളുടെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഇത് ആവശ്യമുണ്ടോ? നീ നിന്നോട് ചോദിക്കണം. നീ സഞ്ചരിക്കണം, യാത്ര ചെയ്യണം, ഗുരുനാഥന്മാരെ കണ്ടുപിടിക്കണം. ഈ പ്രവൃത്തി മനുഷ്യൻ്റെ നന്മയിൽ അധിഷ്ഠിതമാണെങ്കിൽ നിർബന്ധമായും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കണമെങ്കിൽ നീ അടിസ്ഥാനമായി നല്ല ഒന്നാന്തരം ഗുരുനാഥന്മാരെ കാണണം. അതുകൊണ്ട് അതിൻ്റെ യാത്രയ്ക്കുള്ള സമയമായി എന്നോട് ഫേൺഹില്ലിൽ വെച്ച് പറഞ്ഞു. അങ്ങനെയാണ് ശവസംസ്കാരം കേവലം ഒരു കത്തിക്കലല്ലെന്നും ഒരു കുഴിയെടുത്ത് ഒരാളെ മറവ് ചെയ്യലല്ലെന്നും, ഈ ചെയ്യുന്ന പ്രവൃത്തി പ്രകൃതി തന്നെ ചെയ്യുന്നുണ്ട്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം തന്നെ നശിച്ചു പോകും. പിന്നെ എന്തിനാണ് അതിന് സംസ്കാരം എന്ന് പറയുന്നത്? അത് സംസ്കാരം തന്നെ ആയതുകൊണ്ടാണ്. അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി നീ പഠിക്കണം. അതിനുപയോഗിക്കുന്ന നാള്, സമയം, പക്കം, തിഥി ശ്രദ്ധിക്കണം. മരണത്തിൻ്റെ ദേശകാലങ്ങളുമായിട്ടുള്ള സങ്കല്പങ്ങളിൽ ദേശീയ നവാചാര, ഓരോ ദേശത്തും ഓരോ ആചാരങ്ങളായിരിക്കും. ഈ ഓരോ ദേശത്തുള്ള ആചാരങ്ങളും മനുഷ്യൻ്റെ നന്മയിൽ അധിഷ്ഠിതമാണ്. മരിച്ചുപോയ ഒരാളുടെ കർമ്മം ചെയ്യുമ്പോൾ അത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയ പരേതാത്മാവിനും ശാന്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശാന്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പോയ ആൾക്ക് കൊടുക്കുന്ന ശാന്തിയായാലും ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശാന്തിയാണെങ്കിലും ശാന്തിയാണ് ലക്ഷ്യമെങ്കിൽ അതിനെ മികച്ച രീതിയിൽ പഠിച്ച് അതിൻ്റെ നാരായ വേര് കണ്ടെത്തുന്നതിലായിരിക്കണം നിൻ്റെ ശ്രദ്ധ. ആ ഒരു വാക്ക് പിന്നീട് ഗുരുനാഥന്മാരായിട്ടുള്ള അനവധി പേരെ നമുക്ക് പ്രകൃതി നമുക്ക് മുമ്പിൽ കൊടുന്ന്, അല്ല അവരുടെ ഗുരുനാഥന്മാരുടെ മുമ്പിലേക്ക് നമ്മളെ എങ്ങനെ വലിച്ചെറിയുക എന്ന് പറഞ്ഞ പോലെയായിരുന്നു. കാരണം ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു മഴ പെയ്യുമ്പോൾ മഴ പെയ്യുന്നു എന്ന് പറയുന്നതിനെ അന്നപൂർണേശ്വരി വന്നു എന്ന് പറഞ്ഞു തരുന്ന ഗുരുനാഥൻ സ്വാമി കൃഷ്ണമാർജി, അദ്ദേഹം ഒരുപാട് സംസാരം ഞങ്ങൾ ഡിസ്കഷൻ ഉണ്ടാവുമ്പോൾ അന്നബ്രഹ്മ എന്ന് പറയുമ്പോൾ അന്നപൂർണേശ്വരി ഭാവം, അന്നബ്രഹ്മ, അന്നപൂർണേശ്വരി, വർഷമാണ് അന്നപൂർണേശ്വരിയുടെ ആദ്യത്തെ ഭാവം എന്ന് പറയാണ്. മഴയില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. അന്നപൂർണേശ്വരി ചെറുകുന്നത്തുകാവിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥന ശ്ലോകത്തിൻ്റെ ഡെപ്തിലുള്ള അർത്ഥം മനസ്സിലാക്കുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയായിട്ട് വേണം വർഷത്തെ കണക്കാക്കാൻ, മഴയെ കണക്കാക്കാൻ എന്ന് തുടങ്ങി. നമ്മുടെ ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ ആ വാഴ കൊലയ്ക്കുന്നതും കൊല വരുന്നതും ഏതു ഭാഗത്താണെന്ന് പറയാൻ കഴിയുന്ന ശാന്തേട്ടനെ പോലുള്ള അതിഭയങ്കരമായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മണ്ണിൽ പണിയെടുക്കുന്ന ആളുകൾ മുതൽ ഓരോ മേഖലയിലും നമ്മൾക്ക് നമ്മുടെ മുന്നിൽ നമ്മൾ ഒന്നും അറിയാത്ത ഒരാളാണെന്നും നമുക്ക് പ്രകൃതിയിൽ പഠിച്ചു കഴിയില്ല എന്നും നമ്മളുടെ സബ്ജക്റ്റെങ്കിലും നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കണമെന്നുള്ളൊരു ഒരു 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 ക്വസ്റ്റ് നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുരുനാഥന്മാരാണ്. ഇപ്പോൾ പ്രൊഫസർ ഗോവിന്ദൻകുട്ടി കർത്തയിൽ നിന്ന്, ചാത്തേട്ടനിൽ നിന്ന്, വെള്ളയിൽ നിന്ന്, നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളിൽ നിന്ന്, ഫേൺഹില്ലെ ഗുരു നിത്യേനദി, അന്ന് ഗുരു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ശ്മശാനേ വസന്തം, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെ ശരിക്കും ദൈവദേശകം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ജീവിതം പഠിക്കണം, എന്നാലാണ് മരണം നമ്മൾക്ക് മനസ്സിലാവൂ. മരണം അവസാനമല്ല, അത് തുടക്കമാണ്. അങ്ങനെ ഒരു സാധാരണഗതിയിൽ സംസാരിക്കുന്ന കുറച്ച് സമയം ക്ലാസ് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഗുരു ഞാനിവിടെ ഇതിൻ്റെ ഒരു വ്യവസ്ഥ, ഈ ഓഫീസ് എന്നുള്ള ഒരു സംഗതിയിലേക്ക് വന്നപ്പോൾ ഒരു ദിവസം ഒരു അംബാസഡർ കാറ്, ഓഫീസെന്ന് ഞാൻ പറയും, പക്ഷേ ഓഫീസ് പോലെയൊന്നും ആയിരുന്നില്ല. കുറേ വിറകും കുറേ ചിരട്ടിയും കുറേ ഇതൊക്കെ ആയിട്ടുള്ള ഒരു പാമ്പും ചേമ്പുമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അവിടെ ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു 6 അംബാസഡർ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഗുരു നിത്യേനദി കാറിൽ ഇറങ്ങുകയാണ്, ഇങ്ങനെ ഡോറ് പിടിച്ചിട്ട്. ഞാനിവിടെ ഓഫീസ് തുടങ്ങിയ കാര്യമോ
അല്ലെങ്കിൽ ശവസംസ്കാരം ഇങ്ങനെ അത്യാവശ്യം ഇനി ഇതുമായി ജീവിക്കാനുള്ള കാര്യമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വലിയ ശൃംഖലകളുണ്ട്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ എവിടുന്നോ ഞാനാണ് അവർ വീട്ടിൽ സംസ്കാരം ചെയ്തു കൊടുത്തത്, ഞാനാണ് ക്രിയകൾ ചെയ്തു കൊടുത്തത്, ഇപ്പോൾ അവൻ അവിടെ ഓഫീസ് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു കാണണം. ഞാൻ വേഗം പോയി നമസ്കരിച്ചു. അദ്ദേഹം വന്ന് ഇവിടെ ഇരുന്ന് മിടുക്കൻ എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ചിട്ട് തൃശ്ശൂർക്ക് പോവുമായിരുന്നു. മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിൽ എന്തോ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്, അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെയും ആ കാറിൽ കയറ്റി പോയി. കയറുമ്പോൾ എന്നോട് ചോദിച്ചു, നിന്നെ ഞാൻ കൊണ്ടുപോയാൽ ഇവിടുത്തെ കാര്യങ്ങൾ മുടങ്ങുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, കുട്ടികൾ ചെയ്തോളും, എന്നാലും നീ നിൽക്കേണ്ടടുത്ത് നീ വേണ്ടേ, കുഴപ്പമില്ല, ഞാൻ ഗുരുവിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് തൃശ്ശൂർക്ക് പോയി. അപ്പോൾ ഈ നമുക്ക് ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് ഇതിൻ്റെ ഒരു, അല്ലെങ്കിൽ തന്നെ ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങളിതിലേക്ക് വരാൻ എന്താണ് കാരണം. ഞാനും കുറേ അന്വേഷിച്ച് നോക്കി, എനിക്ക് പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ചില കൗതുകങ്ങൾ, ആ കൗതുകം ഇന്നും എന്നിലുണ്ട്. ഞാൻ ഇന്നും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുവാണ്. ഇപ്പോഴും കാര്യമായിട്ട് വലിയ അതിൻ്റെ രഹസ്യങ്ങളൊന്നും മനസ്സിലായിട്ടുമില്ല. പക്ഷേ ഈ യാത്രയിൽ മരണവുമായി ബന്ധപ്പെട്ട ഈ ജീവിതത്തിൽ സാധാരണ ആളുകൾ ധരിക്കുന്നത് വളരെ ശോകമുഖമായിട്ടുള്ള ഒരവസ്ഥ, മരണത്തിനെ കറുപ്പ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഈ വെളിച്ചം എന്ന് പറയുന്നതിൻ്റെ നിലനിൽപ്പ് കറുപ്പിലാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ മരണത്തിൻ്റെ ഈ രസകരമായ സംഗതികൾ കൂടെ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ രസകരമായ ജീവിതവും അതിമനോഹരമായ, ശരിക്കു പറയുകയാണെങ്കിൽ ആനന്ദത്തോടു കൂടിയുള്ള ജീവിതവും, ഏത് ദാരിദ്ര്യത്തിലും സമൃദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ വലിയ സൂത്രവാക്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പ്രകൃതിയിലേക്ക് ഒരാളെ മടക്കി കൊടുക്കലാണ് ഒരു സംസ്കാരം എന്ന് പറയുന്നത്. ഏത് രീതിയിലാണെങ്കിലും, അതൊരു അഗ്നിശുദ്ധിയാണെങ്കിലും മറവ് ചെയ്യുന്നതാണെങ്കിലും, ഇനി ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകുന്ന പാഴ്സികളുടെയൊക്കെ ശവസംസ്കാര രീതി, അങ്ങനെയാണ് ഞാൻ ഇനി ഭാരതത്തിൽ നടക്കുന്ന അത്യാവശ്യം പുറം രാജ്യങ്ങളിൽ നടക്കുന്ന ശവസംസ്കാര ചടങ്ങുകൾ മനസ്സിലാക്കണം, നേരിട്ട് പോയി കാണണം, അതിനെ അറിയണം എന്നുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടാകുന്നത്. മൃതശരീരം കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ ദർഭ കൊണ്ട് മനുഷ്യൻ്റെ ശരീരം, ആരാണോ മരിച്ച് അവരെ സങ്കല്പിച്ച് ആ മനുഷ്യ ശരീരമുണ്ടാക്കി അവരെ ചെതകൂട്ടി ദഹിപ്പിച്ച് ആ ദഹനം നടത്തിയതിന് ശേഷം ആ ചിതയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത് അസ്ഥി സഞ്ചയനം ചെയ്ത് പിന്നെ ഈ ഉദകക്രിയ, പട്ടനാട്ടി കർമ്മം, മൂന്നാഴി കർമ്മം, പുലർച്ചപ്പുണ്ണം, പുണ്യാഹം തുടങ്ങിയിട്ടുള്ള ശുദ്ധക്രിയകളൊക്കെ ചെയ്ത് ശ്രാദ്ധം വരെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അതിന് ശരിക്കും പുനഃസംസ്കാരം എന്നാണ് പറയുക.